ഒരുപാട് പേര് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത വാർത്ത അറിഞ്ഞതിന് ശേഷം. ഞാൻ ആ കൂട്ടത്തിലില്ല, അതിലെനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്തിയതിൽ നിങ്ങളെ അറസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഒരു വാർത്ത പോലും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേരിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഒരു പക്ഷേ അവസാനത്തേതുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വ്ളോഗർ ജുനൈദിനെ പറ്റി, ആക്സിഡൻറ്റിൽ മരണപ്പെട്ട വ്ളോഗർ ജുനൈദിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഇന്നലെ രാത്രി വന്ന വാർത്തയാണ്. വ്ളോഗർ ജുനൈദ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നേ ഒരു പീഡന കേസായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതെല്ലാ ചാനലിലും അതേപോലെ ഓൺലൈനിൽ, സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, പിന്നെ ഓൺലൈൻ ചാനൽസും ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വാർത്തയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, നമുക്കറിയില്ല ഇത് സത്യമാണോ എന്നൊന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് കേസുപ്പെടുത്തിയതാണോ, അതല്ലെങ്കിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോഴത്തേക്കും ഒരാൾ കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത ചെയ്യേണ്ട എന്നോർത്തിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും അദ്ദേഹം മരിച്ചു, ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് വാർത്തയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു കേസും കാര്യങ്ങളൊക്കെ വന്നു, അറസ്റ്റും ഒക്കെ നടന്നു, അതിൻ്റെ പിന്നാലെ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നും മരിച്ചതാണോ അതോ കൊന്നതാണോ, അതല്ലെങ്കിൽ ആത്മഹത്യയാണോ, അങ്ങനെ പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത് കേട്ട സമയത്ത് ഞാനും ഓർത്തു, ഇനിയിപ്പോൾ ഈ ഇങ്ങനെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലുള്ള മാനസിക വിഷമത്തിൻ്റെ പുറത്ത് വല്ലതും ചെയ്തതാണോ, എന്താ സത്യാവസ്ഥ. ഞാൻ വാർത്തകളൊക്കെ നോക്കി. അപ്പോൾ എല്ലാത്തിലും ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും പലർക്കും സംശയമുണ്ട് കൊലപാതകമാണോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നിലവിൽ നമുക്ക് ആക്സിഡൻ്റ് ആണ് എന്നുള്ള രീതി മാത്രമേ വിവരം കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം, ജയിലിൽ എന്നല്ല, അറസ്റ്റ് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ച് വന്നതിന് ശേഷം, ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അറസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ച് വന്നതിന് ശേഷം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ കൂട്ടത്തിലൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എന്നുള്ള രീതിയിലാണ് കമൻറ്റ്. പക്ഷേ അത് പറഞ്ഞ് അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതും അദ്ദേഹം മരണപ്പെട്ടതൊക്കെ. ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് ആക്സിഡൻ്റ് എന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്ന, വേറെ എന്തുകൊണ്ടോ എന്നുള്ള അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാനാളല്ല. അപ്പം ഈ അറസ്റ്റും എൻ്റെ തൊട്ട് പിന്നാലെയുള്ള ജാമ്യത്തിൽ ഇറങ്ങലും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നാലെ തന്നെ ആക്സിഡൻ്റായി മരിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. ഇനി എന്തെങ്കിലും വേറെ അതിൻ്റെ പിന്നാലെ തന്നെ മരിക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല. ആര് എപ്പം എങ്ങനെ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതൊക്കെ മുന്നേ കൂട്ടി തീരുമാനിച്ച പോലെ ആ സമയമാകുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെയും തേടി വരും. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ മരിച്ച ഈ ഒരു വ്യക്തി നല്ലൊരു മാസവും നല്ലൊരു ദിവസമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നും, ഖബറിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു മാസത്തിൻ്റെ പുണ്യം കൊണ്ട് പൊറുക്കപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ എന്നുമേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതിനകത്ത് ഇത്ര മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ. ആക്സിഡൻ്റ് ആണ്, ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് തലക്കേറ്റ ഇഞ്ചുറി കാരണമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്, രക്തം വാർന്ന് കുറേ സമയം റോട്ടിൽ കിടക്കുന്നുണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എന്നാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, പീഡന കേസിൽ അറസ്റ്റിലായി എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സാന്ദർഭികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയാലതല്ലെങ്കിൽ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തു പോയെങ്കിൽ എന്നല്ലാതെ മനഃപൂർവ്വം ഞാൻ ആരെയും, പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ, മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ മരിച്ച കാര്യങ്ങളും അവരുടെ മരണത്തിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം തോന്നിയാൽ പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളെ തേജോവധം ചെയ്യണമെന്നും ഏതെങ്കിലും രീതിയിൽ അവരുടെ മോശം സാഹചര്യത്തിൽ അത് മുതലെടുത്ത് പത്രപ്പി ഉണ്ടാക്കണം എന്നും ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാനത് ആ ഒരു വീഡിയോ ചെയ്യാണ്ടിരുന്നത്. മാക്സിമം ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരാളെ വേദനിപ്പിച്ചിട്ട് അവരുടെ കണ്ണീര് കൊണ്ട് അപ്പം കഴിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും തരാം.